എമർജൻസി ഏറ്റവും സമയബന്ധിതമായിട്ട് ചികിത്സ വേണ്ട കാര്യങ്ങളാണ് സ്ട്രോക്ക്. നമ്മളിപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലത്തെ ബ്രെയിൻ അറ്റാക്കാണ് സ്ട്രോക്കിൽ സംഭവിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ രോഗി പെർമനൻ്റ് ആയിട്ട് ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥയാണ്. പലപ്പോഴും വലിയ മേജർ സ്ട്രോക്ക് വന്നാൽ ലൈഫ് തന്നെ ഡേഞ്ചേർഡ് ആവും. മനസ്സിലായി? ഇപ്പോൾ ഇനിഷ്യലി ഒരു മേജർ സ്ട്രോക്കിൽ പേഷ്യൻറ്റിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ തളർവാദം, ഒരു ചെറിയ തളർച്ച തുടങ്ങുമ്പോൾ അത് കൂടി വഷളാവാതെ വിത്തിൻ ഹാഫ് ആൻ അവർ 1 അവർ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ഗോൾഡൻ പീരീഡ് ഉണ്ട് പറയാം. 4.5 മണിക്കൂറിൽ എത്തുവാണെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷൻ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. 6 മണിക്കൂറാണ് ഈ ത്രോംബെക്ടമി പറയുന്ന ക്ലോട്ട് മെക്കാനിക്കലി റിമൂവ് ചെയ്യുന്നതിനാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അത് ടേം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ട്യൂബ് കൊണ്ടുപോയി അവിടെ നിന്ന് ക്ലോട്ടിനെ വലിച്ചെടുത്ത് കളയുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ഇതൊക്കെ അലിയാൻ പലപ്പോഴും അലിയില്ല. വലിയ ക്ലോട്ടുകളാണെങ്കിൽ അലിയാനും കുറേ സമയം എടുക്കുക. ആ സമയത്തിനുള്ളിൽ ബ്രെയിനിൻ്റെ ഡാമേജ് ഓൾറെഡി വന്നു പോയിട്ടുണ്ടാവും. പിന്നെ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കിടക്കുന്ന 30-40 വർഷം എത്രയായാലും അത്രയും കാലം രോഗി ഒരു ഭാഗം തളർച്ചയാണ്. അതിൽ നിന്ന് പിന്നെ ഒരു മോചനമില്ല. അതുകൊണ്ടാണ് ആ കറക്റ്റ് ടൈമിൽ സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഈ ചികിത്സ ചെയ്യാൻ പറ്റുന്നൊരു ഹോസ്പിറ്റൽ തേടി എത്തിക്കുക എന്ന് പറയുന്നത്.